മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസ് ബാധയുടെ ആഘാതത്തിലാണല്ലോ നാം എല്ലാവരും. ഈ മഹാമാരിയിൽ നിന്ന് നമ്മെയും ലോകത്തെയും രക്ഷിക്കണമേ എന്ന് കാരുണ്യവാനായ കർത്താവിനോട് ഉള്ള നമ്മുടെ പ്രാർത്ഥന തുടരാം. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് നാം ഈ വർഷം വിശുദ്ധവാര ആചരണം നടത്തുന്നത്. നാം ആഗ്രഹിക്കുന്നത് പോലെ ദേവാലയത്തിൽ പോയി ഈ വലിയ ദിവസങ്ങളിലെ രക്ഷാകര അനുഭവം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. അത് നമുക്കെല്ലാവർക്കും വളരെയേറെ വിഷമമുള്ള ഒരു സാഹചര്യമാണ്. എന്ന് വരികിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ ആത്മന സംബന്ധിച്ചുകൊണ്ട് അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരനുഭവമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുതകുന്ന നിർദ്ദേശങ്ങൾ ഓരോ വ്യക്തിസഭയിൽ നിന്നും ഈ ഭാരതത്തിലും കേരളത്തിലും നൽകുന്നുണ്ട്. സിറോ മലങ്കര കത്തോലിക്ക സഭയും ലത്തീൻ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ നമ്മുടെ സിറോ മലബാർ സഭയും ഇപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് വിശുദ്ധ ആരാധനയുടെ ആ കാര്യാലയത്തിൽ നിന്ന് പരിശുദ്ധ പിതാവ് പൊതുവായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം നാം ഒരു പൗരസ്ത്യ സഭയായതുകൊണ്ട് ആ പൗരസ്ത്യ കാര്യാലയത്തിൽ നിന്നും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ പരിഗണനയ്ക്ക് എടുത്തിട്ടുള്ളത്. ഇവയോടൊപ്പം നമ്മുടെ പിതാക്കന്മാരുമായിട്ടുള്ള ആലോചനകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശങ്ങളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇവയുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ വിശുദ്ധവാര ആചരണത്തിന് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഒന്നാമതായിട്ട് പറയുവാനുള്ളത്, ഈ വർഷത്തെ തിരുക്കർമ്മങ്ങൾ വിശ്വാസികളുടെ പങ്കാളിത്തമില്ലാതെ നാം നടത്തണമെന്നുള്ളതാണ്. വിശ്വാസികളുടെ പങ്കാളിത്തമില്ലാതെ എങ്ങനെ നടത്തും എന്നുള്ളതാണ്. അതിനായി നമ്മൾ ഓൺലൈൻ ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നത് തീർച്ചയായിട്ടും അവലംബിക്കണം. അത് ടെലിവിഷനിലൂടെയും മറ്റ് സ്ക്രീനുകളിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും ഒക്കെ ജനങ്ങൾക്ക് കണ്ട് കേട്ട് അനുഭവമാക്കുവാൻ സാധിക്കും. അതിനാൽ അതിന് വേണ്ട ഏർപ്പാടുകൾ രൂപത അടിസ്ഥാനത്തിലും ഇടവകകളുടെ തലത്തിലും സന്യാസ സമൂഹങ്ങളുടെ തലത്തിലുമൊക്കെ നടത്തുവാൻ പരിശ്രമിക്കുന്നത് നന്നായിരിക്കും. അഭിമന്യ പിതാക്കന്മാർ കത്തീഡ്രൽ ദേവാലയങ്ങളിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരും മറ്റ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരായിട്ടുള്ള അച്ഛന്മാരുമൊക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്രകാരമുള്ള തിരുക്കർമ്മ ആചരണം അതിൻ്റേതായ പരിമിതികളിൽ നടത്തി ജനങ്ങൾക്ക് അനുഭവമാക്കുവാൻ പരിശ്രമിക്കണമെന്നുള്ളതാണ് ഈ മാർഗനിർദ്ദേശങ്ങളുടെ ഒരു പ്രധാന സ്വഭാവം. അവസാന ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കുരുത്തോല വെഞ്ചരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ രീതി അവലംബിക്കാൻ പാടില്ല. ജനങ്ങളില്ലാത്തത് കൊണ്ട് അത് അവലംബിക്കുക സാധ്യവുമല്ല. പിന്നെ ആ ശുശ്രൂഷയ്ക്ക് ചേരുന്നവർക്ക് മാത്രം കൊടുക്കുവാൻ കുരുത്തോല ലഭ്യമെങ്കിൽ അവ വെഞ്ചരിച്ച് കൊടുക്കാവുന്നതാണ്. വിശുദ്ധ മൂറോൻ കൂദാശ, ക്രിസ്മസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആ വിശുദ്ധ മൂറോൻ്റെ കൂദാശ കർമ്മം നമ്മൾ സാധാരണ വലിയ ആഴ്ചയിലാണ് നടത്തുന്നത്. എന്നാൽ അതിന് പകരം അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ്. ഉദാഹരണത്തിന് പന്തക്കുസ്ത തിരുനാളിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ആ തിരുനാളിൽ തന്നെ മൂറോൻ കൂദാശ കർമ്മം നടത്താവുന്നതാണെന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പെസഹ വ്യാഴാഴ്ചയിലെ കാലുകഴുകൽ ശുശ്രൂഷ ഈ വർഷം നടത്തേണ്ടതില്ല.
ഒരിടത്തും ആ ശുശ്രൂഷ നടത്തേണ്ടതില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. പെസഹ വ്യാഴാഴ്ച നമ്മുടെ ഭവനങ്ങളിലെ കുടുംബ പ്രാർത്ഥന അത് ഏറ്റവും തീവ്രമായ രീതിയിൽ നടത്താൻ നമുക്ക് പരിശ്രമിക്കാം. ചില രൂപതകളിൽ യാമപ്രാർത്ഥനകൾ ചൊല്ലുന്ന രീതിയുണ്ട്. അത് ഈ വിശുദ്ധ വാരത്തിൽ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു വലിയ ആരാധനാ കർമ്മമാണ്. ആ യാമപ്രാർത്ഥനകളിൽ ഈ പെസഹ രഹസ്യങ്ങളുടേതായിട്ടുള്ള അനുസ്മരണവും അതിൻ്റേതായ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളുമുണ്ട്. ഇനി അതല്ല എന്ന് വരികിൽ നമ്മൾ സാധാരണ നടത്തുന്ന കുടുംബ പ്രാർത്ഥനകൾ നമ്മൾ വീടുകളിൽ ചെയ്യണം. ജപമാല പ്രാർത്ഥനയുണ്ട്, കരുണക്കൊന്തയുടെ പ്രാർത്ഥനയുണ്ട്. വിശുദ്ധവാരമായതുകൊണ്ട് പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കുരിശിൻ്റെ വഴി വീടുകളിൽ നടത്തുന്നത് നന്നായിരിക്കും. ഓശാന ഞായറാഴ്ചയിൽ കുരുത്തോല വെഞ്ചരിച്ച് ലഭിക്കാത്തത് കൊണ്ട് പെസഹ വ്യാഴാഴ്ചയിൽ അപ്പം മുറിക്കലിന് വേണ്ടിയിട്ട് കുരിശപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വയ്ക്കുവാൻ കുരുത്തോല ഇല്ലല്ലോ എന്ന് ചില ആളുകൾ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ വർഷം വെഞ്ചരിച്ച കുരുത്തോല നമുക്കുണ്ടായിരിക്കുകയില്ല. അതിന് പകരമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലേത് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എടുത്തു വച്ചാൽ മതി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പീഡാനുഭവ വെള്ളിയാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ കുരിശുരൂപം അഥവാ സ്ലീവ ചുംബിക്കുന്ന ആ രീതി അവലംബിക്കേണ്ടതില്ല. പുറത്തേക്കുള്ള കുരിശിൻ്റെ വഴിയും പരിഹാര പ്രദർശനവും ഒഴിവാക്കേണ്ടതാണ്. അത് നടത്താൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അവയ്ക്ക് വിരുദ്ധമാണ്. ഇനി ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ അത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്ക് സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ നടത്താവുന്നതാണ്. അപ്രകാരമാണ് പൗരസ്ത്യ സഭകളുടെ കാര്യാലയം ശുപാർശ ചെയ്തിരിക്കുന്നത്. ഓരോ രൂപതയിലും പിതാക്കന്മാർ അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വെള്ളം വെഞ്ചരിപ്പ് ശുശ്രൂഷ ഈ വർഷം ചെയ്യേണ്ടതില്ല. അത് മറ്റൊരു ദിവസം നടത്തി ജനങ്ങൾക്ക് വെഞ്ചരിച്ച വെള്ളം നൽകാവുന്നതാണ്. ഉയർപ്പ് തിരുനാളിൻ്റെ കർമ്മങ്ങൾ രാത്രിയിൽ നടത്തരുതെന്നാണ് നിർദ്ദേശം. പിന്നെയോ രാവിലെ ഒരു സമയം നിശ്ചയിച്ച് ഓരോ രൂപതയിലും ഒരു വിശുദ്ധ ഖുർആനെ അർപ്പിച്ച് ഉയർപ്പ് സന്ദേശം കൊടുക്കുവാൻ അഭിനന്ദ പിതാക്കന്മാരും വൈദികരും ശ്രദ്ധിക്കും. അതിൽ നിങ്ങൾ ആത്മനാ പങ്കുചേരുവാനുള്ള പരിശ്രമം നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കുടുംബ പ്രാർത്ഥനയുടെ കാര്യം സൂചിപ്പിച്ചു, കുരിശിൻ്റെ വഴിയുടേത് സൂചിപ്പിച്ചു, കരുണക്കൊന്തയുടെ കാര്യം സൂചിപ്പിച്ചു. കർത്താവിൻ്റെ കരുണ നമ്മൾ യാചിക്കേണ്ട സന്ദർഭമാണിതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കാരുണ്യവാനായ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് രക്ഷയുടെ അനുഭവം ഈ ദിവസങ്ങളിൽ പ്രത്യേകം നൽകും. അനുരഞ്ജനത്തിൻ്റെ കൂദാശയെക്കുറിച്ച്, കുമ്പസാരത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. അനുരഞ്ജനത്തിൻ്റെ കൂദാശ ഒരു വൈദികനിൽ നിന്ന് സ്വീകരിക്കുവാൻ ഉള്ള സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ടാണ് അതേക്കുറിച്ചൊന്നും പറയാതിരുന്നത്. എന്നാൽ പാപമോചനത്തിൻ്റെ അനുഭവം ലഭിക്കാൻ വേണ്ടിയിട്ട് സഭയുടെ വേദോപദേശ സംക്ഷേപത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വൈദികനെ ലഭിക്കാൻ സാധ്യതയില്ലാത്തപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് കർത്താവിനോട് പാപമോചനം യാചിക്കണം. അടുത്ത ഒരവസരത്തിൽ ഒരു വൈദികനോട് കുമ്പസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ കുമ്പസാരിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി കർത്താവിനോട് പശ്ചാത്തപിച്ച് പാപമോചനം യാചിച്ചാൽ അവിടുന്ന് അതിൻ്റെ അനുഭവം അവിടുന്ന് നമുക്ക് നൽകും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ഓൺലൈനിൽ സംബന്ധിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് രൂപയ്ക്കെടുത്ത ദിവ്യകാരുണ്യം സ്വീകരിച്ച് കർത്താവിനോട് ഐക്യപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് വരുവാനും സാധിക്കും. ഇങ്ങനെയുള്ള ഈ തിരുക്കർമ്മങ്ങളെല്ലാം നടക്കുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മുടെ ഭവനങ്ങൾ തന്നെ ദൈവാലയമായി മാറുകയാണ്. അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിൽ ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി കുരിശുരൂപമോ
ശ്ലീവായോ ഒക്കെ പ്രതിഷ്ഠിച്ച് ബൈബിളുമൊക്കെ അലങ്കരിച്ച് പ്രാർത്ഥനാമുറിയിൽ അത് മനോഹരമാക്കി ചെയ്യുകയും കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും, ഈ സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനത്തിലെ ആളുകളുമൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് അത് പ്രാർത്ഥിക്കുന്ന രീതി അവലംബിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മരണകരമായ സാഹചര്യങ്ങൾ ഒരാൾക്ക് വന്നാൽ എന്ത് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വിവേകത്തോടുകൂടി വേണ്ട മുൻകരുതലുകൾ എടുത്ത് പ്രവർത്തിക്കുവാനായിട്ട് വൈദികർക്ക് അറിയാം. അതുപോലെ തന്നെ മേലധ്യക്ഷന്മാരും ഓട് ചോദിച്ചാൽ വൈദികർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും. മരണകരമായ അവസരത്തിലുള്ള രോഗികൾക്ക് അത് ചെയ്തു കൊടുക്കുവാൻ തീർച്ചയായിട്ടും അജപാലനപരമായ ഉത്തരവാദിത്വം മെത്രാന്മാർക്കും വൈദികർക്കും ഉണ്ട്. അത് അതിനനുസരിച്ചുള്ള രീതിയിൽ അവർ നിർവഹിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ മാനസികമായ അവസ്ഥയെ ആശ്രയിച്ചിരിക്കും ഈ രക്ഷാകരമായ അനുഭവങ്ങൾ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. നമുക്ക് നഷ്ടപ്പെടുന്ന ആ കൂട്ടായ്മയുടെ അനുഭവം, ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ, കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ, കുരിശുരൂപം മുത്തുമ്പോൾ ഒക്കെ ലഭിക്കുന്ന ആ അനുഭവത്തിൻ്റെ അഭാവം തീർച്ചയായിട്ടും ഇങ്ങനെ നാം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിപരമായുമുള്ള ആ മനോഭാവത്തിൻ്റെ ഒരുക്കത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കാരുണ്യവാനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.